ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാകാൻ പോകുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അതിനെ കടത്തി വെട്ടുന്ന രീതിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ദുബായിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദുബായ് അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 128 ബില്യൺ ദിർഹം ചെലവാക്കിയാണ് ഈ ഒരു മെഗാ പ്രോജക്റ്റ് ഒരുങ്ങുന്നത്. 70 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി, 400 എയർക്രാഫ്റ്റുകൾ, 5 പാരലൽ റൺവേകൾ, പുതിയ വ്യോമയാന സാങ്കേതിക വിദ്യ, വർഷം 26 കോടി യാത്രക്കാരെയും 1.25 കോടി കാർഗോയും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ശേഷി, ഇപ്പോഴത്തെ ദുബായ് എയർപോർട്ടിൻ്റെ 5 ഇരട്ടി വലുപ്പം, 400 ഗേറ്റുകൾ. ഇതാണ് പുതുതായിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാകാൻ പോകുന്ന അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ. കൂടാതെ തന്നെ ഇതിനെ ഇവർ എയർപോർട്ട് എന്നല്ല വിശേഷിപ്പിക്കുന്നത്, എയറോ സിറ്റി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഈ എയർപോർട്ടിന് ചുറ്റും വമ്പൻ പൂന്തോട്ടങ്ങളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂന്തോട്ടത്തിലൂടെ യാത്ര ചെയ്യുന്ന ഫീലായിരിക്കും ഇത് പണി പൂർത്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. കൂടാതെ നമ്മൾ സാധാരണ എയർപോർട്ടിൽ കണ്ടു പരിചയിച്ച രീതിയിലുള്ള ഒരു ബിൽഡിങ്ങുകളൊന്നും ആയിരിക്കില്ല ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. റിസോർട്ടിൻ്റെ മാതൃകയിലുള്ള ബിൽഡിങ്ങുകളായിരിക്കും. അതിൻ്റെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പൂന്തോട്ടത്തിലൂടെ യാത്ര ചെയ്തിട്ട് നമ്മൾ ഒരു റിസോർട്ടിൽ കയറുന്ന ഒരു ഫീലായിരിക്കും ഈ എയർപോർട്ട് പണി തീർന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ വിമാനത്താവളം പൂർണ്ണമായിട്ടും പ്രവർത്തനം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മുഴുവൻ സർവീസുകളും ഇങ്ങോട്ട് മാറ്റുന്നതാണ്. കൂടാതെ ഇപ്പോൾ തന്നെ ഇവിടെ കുറേയധികം വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ ഈ എയർപോർട്ടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ദുബായ് വിമാനത്താവളം ദുബായ് ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ പുതിയ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് ദുബായ് സൗത്തിലാണ്. അതുകൊണ്ട് ഇവിടെ വികസനത്തിന് ഒരുപാട് സ്ഥലം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾക്കറിയാം, ഇൻ്റർനാഷണൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ എയർപോർട്ടിന് താങ്ങാവുന്നതിലും അധികമാണ് ഇനിയിപ്പം വരുന്ന വർഷങ്ങളിലൊക്കെ ദുബായ് എയർപോർട്ടിലേക്ക് ഇൻ്റർനാഷണൽ യാത്രക്കാർ പറന്നിറങ്ങാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ഒരു അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പുതിയ രീതിയിൽ വമ്പൻ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ D33 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ദുബായിലുണ്ട്. അത് 2033 ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്രയും വമ്പൻ എയർപോർട്ട് ഒരുങ്ങുന്നത്. കൂടാതെ അടുത്ത 40 വർഷത്തേന് വ്യോമയാന മേഖലയിലുള്ള വളർച്ചയ്ക്കുള്ള ഒരു അടിസ്ഥാനമായിട്ടാണ് ഇവർ ഈ ഒരു എയർപോർട്ട് പണിയുന്നത്.